in the last scene, that was brilliant, and I really appreciate the crew for that. And I would like to request everyone to come and watch this experience in the theatre. അല്ലെങ്കിൽ പറഞ്ഞിരുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ്. നമ്മൾ മലയാള സിനിമയിൽ ആദ്യത്തെ 3D സിനിമ, ആദ്യത്തെ ബയോസ്കോപ്പ്, ആദ്യത്തെ സിനിമാസ്കോപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറേ അഭിമാനം കൊള്ളുന്ന ഒരു സംഭവമുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇതും ആദ്യത്തെ ഒരു സംരംഭമാണ്. ഇത്തരത്തിലുള്ള ഒരു പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് മലയാള സിനിമയിലാണ്. എക്സ്പീരിയൻസ് വാസ് അമേസിങ്. എൻ്റെ ആദ്യത്തെ മൂവിയാണ് ഇത്. ആക്ച്വലി ഞാൻ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്, പാടിയിട്ടുമുണ്ട്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് താഷു എന്നാണ്. ഇത് ആക്ച്വലി ഇന്ത്യയിലെ ഫസ്റ്റ് എവർ പാരനോർമൽ ആക്ടിവിറ്റി മൂവിയാണ്. ഇറ്റ് വാസ് ഷോട്ട് ഇൻ എ ഡിഫറെൻറ്റ് വേ ആസ് വെൽ. ഇറ്റ് വാസ് ഷോട്ട് ഇൻ എ വ്ളോഗിങ് വേ. ആൻഡ് അത് കേരളയിലും ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നത്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും പോയി കാണണം വടക്കൻ മൂവി. ആൻഡ് യാ, നിങ്ങൾ ഏതെങ്കിലും പറയണം എങ്ങനെ ഉണ്ടായിരുന്നു, കാരണം ഇതിൻ്റെ ആദ്യത്തെ മൂവിയാണ്. ആൻഡ് യാ, ടെക്നിക്കലിയും സൗണ്ടും കൊണ്ടും എനിക്ക് തോന്നുന്നു ഭയങ്കര റിച്ച് ആയിട്ടുള്ളൊരു മൂവി തന്നെയായിരിക്കും വടക്കൻ. സോ ഐ ഗെസ് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾക്കും തിയേറ്ററിൽ പോയി ഈ ഒരു പാരനോർമൽ ഇൻവെസ്റ്റിഗേഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ഭയങ്കര രസമായിരിക്കും. ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു നമ്മൾ കാണാത്തൊരു മലയാളം നമുക്ക് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഫൈനൽ കാണുന്നത് ഇപ്പോഴാണ്. ഇന്നലെ പ്രിവ്യൂവിനാണ് കണ്ടത്. പക്ഷേ ഇന്നലെ എനിക്കൊരു ജഡ്ജ്മെൻ്റ് ഇല്ലായിരുന്നു. പക്ഷേ ഇന്ന് കണ്ടപ്പോൾ ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസാണ്. പിന്നെ എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണുന്നത് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആവണം. ഫിലിമാണ്. എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയായിരിക്കും. എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണാം. എല്ലാവരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിട്ടില്ല മൂവിയാണ്. തിയേറ്ററിൽ തന്നെ വന്ന് എല്ലാവരും കാണാൻ ശ്രമിക്കുന്നു. എല്ലാവരും ഒരുപാട് കുറച്ചുകൂടെ ക്രൗഡ് കാണാം. പറഞ്ഞത് തന്നെ ഇത് വർക്ക് ചെയ്തപ്പോൾ ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഷൂട്ടിംഗ് എക്സ്പീരിയൻസും ആണ്. കാണുന്ന സമയത്തും അഗൈൻ ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. ഇന്നാണ് മര്യാദയ്ക്ക് പടം കാണുന്നത്. പിന്നെ ഇതിൻ്റെ തിയേറ്ററിന് വേണ്ടിയിട്ടുണ്ടാക്കിയേക്കുന്നൊരു സിനിമയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ എക്സ്പീരിയൻസിൽ ഇത് എൻജോയ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഇത് തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കണം എന്ന് തോന്നുന്നു. എന്നാലേ ഈ പടത്തിൻ്റെ ഏറ്റവും എല്ലാ തരത്തിലും ഇത് ചെയ്തു വെച്ചേക്കുന്നതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് കാണുന്നവർക്ക് കിട്ടുന്നു. ഫസ്റ്റ് ഷോ കണ്ടു. കാണുന്തോറും ഒരു പുതിയ പെർസ്പെക്റ്റീവാണ് കാണുന്നത്. ഹെഡ്ജ് ഓഫ് ദ സീറ്റ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ത്രില്ലറാണ്. കണ്ടുകൊണ്ടേയിരിക്കും. ഒരു സെക്കൻഡും സ്ക്രീനിൽ നിന്ന് കണ്ണ് മാറാൻ ഉള്ള സമയം തരുന്നു. ரொம்ப சாட்டிஸ்ஃபைங்கான தியேட்டரில் தான் பார்க்குறேன். நான் 2வது பேர் பார்க்குறேன். வித் த ஆடியன்ஸ் இட்ஸ் ரியலி நைஸ் அண்ட் சாட்டிஸ்ஃபைங். പ്ലീസ് കം വാച്ച്. എല്ലാവരും ഇത് ഇന്നലെ പ്രിവ്യൂ സ്ക്രീനിങ് കണ്ടിരുന്നു. പക്ഷേ ഇന്ന് കാണുമ്പോൾ വിത്തിൻ 24 hours ആക്ച്വലി. ബട്ട് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ എന്താ പറയുക, ഇറ്റ്സ് മോർ എൻഗേജിങ് ആൻഡ് മോർ കൂടുതൽ ലെയേഴ്സ് നമുക്ക് മനസ്സിലാവുന്നുണ്ട് സെക്കൻഡ് ടൈം കാണുമ്പോൾ ആക്ച്വലി. ആൻഡ് ഓൾസോ ആ ഒരു സൗണ്ടിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, വിഷ്വൽ ആൻഡ് സൗണ്ട് എക്സ്പീരിയൻസ്, അത് തിയേറ്ററിൽ തന്നെ വന്ന് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് കിട്ടത്തുള്ളൂ. പിന്നെ മാത്രമല്ല, ഞാൻ ഇന്ന്